ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കിഡൈറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി മഷ്റൂം പെപ്പർ റെസിപ്പിയാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പി കണ്ടാലോ. ഇവിടെ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് നമുക്ക് മഷ്റൂമിനെ സോക്ക് ചെയ്ത് വെക്കാം. മഷ്റൂമിനെ ഒരുപാട് സമയം സോക്ക് ചെയ്ത് വെക്കാൻ പാടില്ല, ബിക്കോസ് മഷ്റൂം വെള്ളം അബ്സോർബ് ചെയ്യും. കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മഷ്റൂമിൻ്റെ പുറത്തുള്ള തൊലി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, ഇളക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മഷ്റൂം നല്ല ക്ലീൻ ആയിട്ടും കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അതിനുശേഷം മഷ്റൂമിനെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തതായി നമുക്ക് പൊടികളല്ലാണ്ട് നമുക്ക് വേറെ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കറി ലീവ്സ് വേണം. അപ്പോൾ ഞാനതൊന്ന് 2-3 എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ജിഞ്ചർ. നമുക്ക് സിമ്പിളായി പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനുശേഷം ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇടാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി, പിന്നെ സവോള, ഗാർലിക്, ജിഞ്ചറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ജിഞ്ചർ പിന്നെ ഗാർലിക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത സവോള പിന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സവോള ഉണ്ടെങ്കിൽ മതി. ഇവിടെ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത മഷ്റൂമൊക്കെ ഇട്ട് കൊടുക്കാം. മഷ്റൂമൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതവിടെ വേവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ദോശ ചുട്ടെടുക്കാം. ഇത് ബാറ്റർ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ദോശ ചുട്ടെടുക്കട്ടെ. ഒരു 5 മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി, ബിക്കോസ് അത് മഷ്റൂം ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. അതിനുശേഷം പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിന് നമുക്കൊരു 2 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് 2 മിനിറ്റ്സ് വേവിക്കാം. അപ്പോൾ നമ്മളുടെ സിമ്പിൾ, ഈസി യെറ്റ് ടേസ്റ്റി മഷ്റൂം പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഫ് യു ഗൈസ് എൻജോയ്ഡ് വാച്ചിങ് അവർ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിയായി ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ടാറ്റാ.